ഉറങ്ങുന്നവരെയല്ലേ സുഹൃത്തെ വിളിച്ചെടുപ്പിക്കുന്നത്? ഉറക്കം നടിച്ച് രാവിലെ അവർക്ക് വൈകുന്നേരം വരെ ഒരുത്തം കിടന്ന അവനെ വിളിച്ചാൽ എഴുന്നേൽക്കൂ? പച്ചവെള്ളം കൊണ്ട് അവന്റെ മേത്ത് ഒഴിച്ചാൽ അവൻ എഴുന്നേൽക്കോ? ചിലപ്പോ കുറെ തീക്കനൽ കോരിയിട്ടാ അറിയാം പിടഞ്ഞെണിക്കോ, അല്ലാതെ അവൻ എണിക്കില്ല. അവൻ ഉറക്കം നടിച്ചിരിക്കുക, അവൻ ഉറങ്ങിയിട്ടില്ല. അതല്ലേ BJP, അതല്ലേ RSS, അതല്ലേ സംഘപരിവാർ, അതല്ലേ കൃസംഖികൾ. ഇവർ ഉറങ്ങുകയല്ലോ, ഉറക്കം നടിക്കുകയല്ലേ. ഇവർക്ക് അറിഞ്ഞുകൂടെ? അറിയാം. മുസ്ലിങ്ങൾ ആരാണെന്നറിയാം, മുസ്ലിങ്ങളുടെ ഓൾഡ് ഹിസ്റ്ററി അറിയാം, ഇന്ത്യക്ക് വേണ്ടി അവർ എന്ത് ചെയ്തു എന്നറിയാം. ചെങ്കോട്ടയ്ക്ക് ജന്മം കൊടുത്ത മുസൽമാൻ, താജ്മഹലിന് ജന്മം കൊടുത്ത മുസൽമാൻ, കുത്തുബ് മിനാറിന് ജന്മം കൊടുത്ത മുസൽമാൻ. എന്തിനേറെ കേരളത്തിലേക്ക് വന്നാൽ വാര്യകുന്തത്ത് കാളവണ്ടിയിലൂടെ ഒരു കാളവണ്ടി അടിക്കാരൻ അയാൾ ഉയർത്തിവിട്ട വിപ്ലവം എത്ര വലുതാ! വലിയൊരു വിപ്ലവത്തിലല്ലേ തിരികൊളുത്തിയത്. ആ കാളവണ്ടിയിലൂടെ നടന്ന് കാളെ അടിച്ചുകൊണ്ട് ജനങ്ങളെ സംഘടിപ്പിച്ച ആ സമരം ബ്രിട്ടീഷുകാരെ പുകച്ചു പുറത്താക്കാൻ കഴിയുന്നതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അയാളെ കൊല്ലാൻ വേണ്ടി തീരുമാനമെടുത്തു. പിടിച്ചു കെട്ടി കൊണ്ടുവരുമ്പോ ആണത്തുള്ള ഇന്നത്തെ നമ്മളെപ്പോലത്തെ വശവന്മാരല്ല, നമ്മൾ മുസ്ലിങ്ങളാന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ രീതിയല്ലല്ലോ, നമ്മുടെ രീതിയല്ല. പുള്ളിക്കാരൻ പറഞ്ഞെന്നാ നിങ്ങൾ എന്നെ കൊല്ലാൻ കൊണ്ടെന്നാന്ന് എനിക്കറിയാം, നിങ്ങൾ എന്നെ കൊന്നോളൂ. പക്ഷെ ഒരു കാര്യം ചെയ്യണം, നിങ്ങളെല്ലാവരെയും കൊല്ലുന്നത് കൈകെട്ടിയ എന്റെ കൈ കെട്ടരുത്, എന്റെ കൈ സ്വതന്ത്രമായിട്ട് വിടണം. ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല, എന്റെ കൈ വെറുതെ വിട, എന്റെ കൈ കെട്ടരുത്. മാത്രവുമല്ല എന്നെ ഇങ്ങോട്ട് തിരിച്ചു നിർത്തിയിട്ട് വെടിവെക്കരുത്, എന്റെ നെഞ്ചത്തേക്ക് വേണം വെടിവെക്കാൻ എന്ന് പറഞ്ഞ ആ കാളവണ്ടി അടിക്കാറ് അവരുടെയൊക്കെ പിൻഗാമികളായ മുസൽമാന്മാരെ ദേശസ്നേഹം പഠിപ്പിക്കുകയോ അവർ ഈ രാജ്യത്ത് ആവശ്യമില്ലാത്തവരാണെന്ന് മനസ്സിലാക്കുകയോ അവരെ കുറിച്ച് ആവശ്യമില്ലാത്ത ചർച്ചകൾ കൊണ്ടുവരികയോ ചെയ്ത് നാടിനെ കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്നവരോട് നമുക്കൊന്നേ പറയാനുള്ളൂ, ഇന്ത്യ ഒന്നാണ്, ഇന്ത്യയിലുള്ള ജനങ്ങൾ ഒന്നാണ്.